റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനിൽ നിന്നും പ്രതിനിധി സജീവ് പരശിവിള കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജീവ്, ഈ വലിയൊരു അപകടമാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം ഒഴിവായി പോയത് എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ പ്രതികരിച്ച മന്ത്രി കെ രാജൻ അടക്കം പറഞ്ഞത് അല്ലാത്ത സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഈ ട്രെയിൻ കാത്ത് നിൽക്കാറുണ്ട് എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായി പോയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. അതെ, അത് തന്നെയാണ്. 2017 സമാനമായി കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചായിരുന്നു. സ്കൂട്ടറുകളും കാറുകളും കത്തിവെച്ചായിരുന്നു. ഇതുണ്ടായിട്ടും റെയിൽവേ മതിയായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും അമിതമായ ഫീസ് ഈടാക്കുന്നു എന്ന് പറയുമ്പോഴും ഇത് ഒരു ഗ്രൗണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സംവിധാനമാണ്. ഇത് റൂഫോ മറ്റു കാര്യങ്ങളോ ഇല്ല. നമ്മളുടെ പാസഞ്ചേഴ്സിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതിനെല്ലാവർക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയും ഈ 600 സ്കൂട്ടറുകൾക്ക് അടിയന്തരമായിട്ട് അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുത്ത് ഇത് വാങ്ങുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, ഈ പാർക്കിംഗ് സ്ഥലങ്ങളിലൊക്കെ മതിയായ സുരക്ഷയില്ല എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആശങ്കയുളവാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കത്തുന്ന വാർത്തകൾ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു വാഹനത്തിൽ നിന്നൊരു സ്പാർക്ക് ഉണ്ടായാൽ തന്നെ മതി ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ. ആ രീതിയിൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഈ മതിയായ സുരക്ഷ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു കെടുകാര്യസ്ഥത തന്നെയല്ലേ? തീർച്ചയായിട്ടും. ആ കോർപ്പറേഷൻ മേയർ തന്നെ തൃശ്ശൂരിൽ പറഞ്ഞത് മതിയായി കോർപ്പറേഷനിൽ പോലും അനുമതി മേടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വാഹനം പാർക്ക് ചെയ്താൽ സ്കൂട്ടർ ഉൾപ്പെടെ അതിനകത്ത് നിന്ന് പെട്രോളുകൾ ഊറ്റുന്നതും ഈ വാഹനം തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സീസൺ ടിക്കറ്റ് മോഡൽ എല്ലാവർക്കും 1 മാസത്തേക്ക് ഫിക്സഡ് റേറ്റ് ഏർപ്പെടുത്തുകയും മതിയായ ഇൻഷുറൻസ് സൗകര്യം ഏർപ്പെടുത്തുകയും മതിയായ റൂഫിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണം. ഇവർ അമിത ഫീസ് ഈടാക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ റെയിൽവേയിലേക്ക് എത്തുന്നാൽ ട്രെയിൻ യാത്രയ്ക്ക് എത്തുന്ന യാത്രക്കാർക്ക് മറ്റെന്തൊക്കെ ദുരനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും നേരിടേണ്ടി വരുന്നത്? നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവ? നമുക്കറിയാം, ഈ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഇവർ കുറെ കെട്ടിടങ്ങൾ എല്ലാ സ്റ്റേഷനിലും കെട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്ക് വേണ്ടത് റെയിൽവേ ലൈനുകളും പുതിയ ട്രെയിനുകളും പ്ലാറ്റ്ഫോമുകളുമാണ് വേണ്ടത്. പലപ്പോഴും ഈ കെട്ടിടങ്ങൾ കെട്ടുന്നതല്ലാതെ പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതോ പ്ലാറ്റ്ഫോമുകൾ അനുവദിക്കുന്നതോ ഉള്ള അവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നിയമത്ത് 25 വർഷമായിട്ട് പറയുന്നതാണ് 10 റെയിൽവേ ലൈനുകൾ പണിതാൽ തിരുവനന്തപുരം സെൻട്രലിലുള്ള ട്രെയിൻ അങ്ങോട്ട് പിടിച്ചിടുകയും ഈ ഡിലേ ഒഴിവാക്കാൻ പറ്റും. പലപ്പോഴും ഓരോ ട്രെയിൻ പോകുന്നത് ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് പോവുകയും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് ഒരു ട്രെയിൻ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇവിടെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ എറണാകുളത്ത് നിന്ന് കയറാൻ പറ്റത്തുള്ളൂ. അതേപോലെ 25 വർഷം മുമ്പുള്ള ട്രെയിനുകളാണ് പലപ്പോഴും ഉള്ളത്. യാത്രക്കാർ എത്രയോ വർദ്ധിച്ചു. ഇതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ സജീവ് പരശിവിള ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.